നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ട, ആവശ്യമില്ലാത്ത ആചാരങ്ങളൊന്നും വേണ്ട. ആന്റി, നാട്ടിൻപുറത്തൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇത്രയും ഗംഭീരമാണെന്ന് ഞാൻ കരുതിയില്ല. ഇത് മാത്രമല്ല, ഒരുപാട് തെങ്ങും തോപ്പുകളും ഇതുപോലുള്ള വീടുകളും ഒക്കെ ഉണ്ട്. ഡാഡി, ആക്ച്വലി ഈ നാട്ടിൽ ഇത് ഇങ്ങനെ കിടക്കുന്നത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റാ. എല്ലാ കാര്യങ്ങളെയും നമുക്ക് ബിസിനസിന്റെ കണ്ണിലൂടെ മാത്രം നോക്കി കാണാൻ പറ്റൂ. നമ്മുടെ കുടുംബക്ഷേത്രം ഇവിടെയാണ്, നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളും ഇവിടെ തന്നെയാണ്. വല്ലപ്പോഴും ക്ഷേത്രത്തിൽ വരുമ്പോ ഒന്ന് തങ്ങാൻ വേണ്ടി പണിതിട്ടതാണ്. എനിവേ, ഇറ്റ് ഈസ് ഗ്രേറ്റ്. സുദേവനും കുടുംബമാണ് ഇത് നോക്കി നടത്തുന്നത്. കൃത്യതയുടെ കാര്യത്തിൽ ഇവരെ മറികടക്കാൻ മറ്റാരെ കൊണ്ടും പറ്റില്ല. അത് നമ്മുടെ മാനേജർ വസന്തനോട് ചോദിച്ചാൽ മതി. വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. മമ്മി എന്ത് ചോദിക്കുന്നത്? നമ്മൾ വരുന്നു അറിഞ്ഞാലേ ഇവരത് വൃത്തിയാക്കി ഇടാതിരിക്കോ? ഈ യാഥാർത്ഥ്യം അറിയണമെങ്കിലേ ഒരു ദിവസം ആരും അറിയാതെ വന്നു നോക്കണം. വീടെപ്പോഴും നന്നായി തന്നെയാ സൂക്ഷിക്കാറുള്ളത്. എല്ലാ ദിവസവും അടിച്ചു വരും, എല്ലാ ദിവസവും തുടയ്ക്കും. ഞങ്ങൾക്കും അത് ശീലായതാ. ശരി, അകത്ത് പോയി നോക്കാം. ഹലോ, എവിടേക്കാ എല്ലാരും കൂടി അകത്തേക്ക്? ആ ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് വയ്ക്കാൻ നോക്ക്. വാ. നീ എവിടെയായിരുന്നടാ? അതെ, ഈ നാട്ടിൻപുറത്തെ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക സുഖം. കണ്ട് ഇങ്ങ് പോകുന്നു. സൂര്യ, നിനക്ക് ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ? നോ. ഇത് പരിചയപ്പെടുത്തലൊക്കെ പിന്നെ മതി. നിങ്ങള് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ നോക്കിയേ. വാ. വാ വാച്ച, വാ മോളെ. ഇത് ഗംഭീര ഗസ്റ്റ് ഹൗസ് ആണല്ലോ ആന്റി. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി സിറ്റിയിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ വാല്യൂ? ഇന്ദ്രജ, റൂംസ് ഒക്കെ ചെന്ന് നോക്ക്. ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ അവറ്റകളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കണം കേട്ടോ. ഇതെന്ത് ആനയ്ക്കുള്ള ചങ്ങലയാ? മോളെ. എന്താ സർ? ഒന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മോളാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ പലപ്പോഴും മോളെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ സാധിച്ചില്ല. അതൊന്നും സാരമില്ല സർ. ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങള് ഒരു വീഴ്ചയില്ലാതെ ഞങ്ങൾ നോക്കുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങളുടെ കുടുംബം സാറിനോട് വല്ലാതെ കടപ്പെട്ടിരിക്കുക. സാറിന്റെ കരുണയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഗതി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്താവശ്യമുണ്ടെങ്കിലും മാനേജറോടല്ല, എന്നോട് കുട്ടിക്ക് നേരിട്ട് പറയാം, വിളിക്കാം. നിങ്ങൾ അകത്തേക്ക് വരുന്നില്ലേ? വരുന്നു.
ഇവിടുത്തെ റൂംസ് ഒക്കെ വേറെ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ആർക്കറിയാം, ചിലപ്പോ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളിങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പല്ലേ? അങ്ങനെയൊന്നും അല്ല മാഡം. ഞാൻ എന്റെ അനിയത്തിമാരോട് പറയാറുള്ളത് മുതലാളിയും കുടുംബവും ഇവിടെ തന്നെ ഉണ്ടെന്ന് കരുതി തന്നെ പെരുമാറണമെന്നാ. നമ്മൾ വന്നാ പറയാനുള്ള വാചകങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, നിങ്ങൾ എവിടെയാ താമസിക്കുന്നേ? തെങ്ങിൻതോപ്പിന്റെ ഇപ്പുറത്ത് ചെറിയൊരു വീടുണ്ട്, അവിടെയാ. അതും നമ്മുടേതാ. ആ, ഡാഡിയുടെ കാരണം കൊണ്ട് കേറി കൂടിയെന്നേ ഉള്ളൂ അല്ലേ? അതെ. ഇത് നല്ല സംഭവമാണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഗ്രേറ്റ്. സിറ്റിയിലെ മനുഷ്യർ പോലെ കൃത്രിമമായ ഗൗരവമില്ല. ചിരിക്കാൻ അറിയാവുന്ന മനുഷ്യർ. കൊള്ളാം. എന്നെ പോലെ അല്ലേ? ഏ അപ്പോ എന്തൊരു നാറ്റം. എന്താ ഇവിടെ ഇരിക്കുന്നേ? അവർ ഊണ് കഴിക്കാൻ സമയമായി. ഇതങ്ങോട്ട് എടുത്തോണ്ട് പോകും. എന്താന്നറിഞ്ഞൂടാ, ഇന്ന് നേരത്തെ വിശപ്പ് തുടങ്ങിയിരിക്കും. അതെ, മീൻ വെറുക്കുന്നതിന്റെ മണം കിട്ടിയിട്ടാ. ഓ, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ അങ്ങ് കഴിച്ചേക്കാം. എന്തിനാ വെറുതെ ഗ്യാസ് വയറ്റി കേറ്റുന്നേ? നന്ദിനി മോളെ, ഒരു കഷ്ണം എടുത്തേക്ക്.